ഡൽഹി മദ്യനയ അഴിമതി എന്ന് പറയുന്നത് ഡൽഹിയിൽ മദ്യനയം രൂപീകരിച്ചത് ചില സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി പണം വാങ്ങിയാണ് എന്നുള്ളതാണ്. ആ കേസിൽ ഉൾപ്പെട്ട് ED നടപടി നേരിട്ട് ED സ്വത്ത് കണ്ടെത്തിയ മദ്യ വ്യവസായികളിൽ ഒരാളാണ് ഗൗതം മൽഹോത്ര. ആ മൽഹോത്രയുടെ കമ്പനിയാണ് ഒയാസിസ്. ആ ഒയാസിസ് ആണ് കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ ഈ കമ്പനി സ്ഥാപിക്കാൻ പോകുന്നത്. ആ കമ്പനിക്കാണ് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാരിനെ പണം നൽകി സ്വാധീനിച്ച കമ്പനിക്ക് അനുകൂലമായി മദ്യനയം എഴുതിച്ചു എന്ന ആരോപണം നേരിടുന്ന കമ്പനി തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് വരുമ്പോൾ ആരോപണം സ്വാഭാവികമല്ലേ? ഇവിടെയും അങ്ങനെ ആയിരിക്കും എന്ന് പ്രതിപക്ഷത്തിന് ആരോപിച്ചുകൂടെ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അവയെല്ലാം ചീറ്റിപ്പോയൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനാവുക എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഇവിടെ കവിത വന്നു, എവിടെ താമസിച്ചു എന്ന് അന്വേഷിക്കണം എന്നെല്ലാമുള്ള പുതിയ കാര്യം. ഇവിടെ നിങ്ങൾ ഗൗരവമായി കാണേണ്ടത് ഈ പറയുന്ന കമ്പനിക്കുള്ള അനുമതി ഒരു ദിവസം പെട്ടെന്ന് കൊടുത്തിരിക്കുന്ന ഒന്നല്ല. ഇത് കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിച്ച മദ്യനയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേരളത്തിലെ ഗവൺമെൻറ് ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ 2022-23 മദ്യനയത്തിലും 23-24 മദ്യനയത്തിലും ഈ കാര്യങ്ങൾ സംബന്ധിച്ച നിലപാടെന്താണ് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള നയത്തിൽ ഈ കാര്യം, അതായത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ അനുമതി നൽകും എന്ന് പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. 2022-ലല്ലേ ഈ കമ്പനി ആദ്യമായി ഇങ്ങനെ ഒരു അനുമതി ചോദിച്ചു വരുന്നത്? അന്ന് അനുമതി നൽകാൻ സാധിക്കുമായിരുന്നില്ല, ഇതുപോലെ പ്രാരംഭ അനുമതി കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം അത് കേരളത്തിന്റെ പോളിസിക്ക് വിരുദ്ധമായിരുന്നു. അപ്പോൾ ഈ കമ്പനി വരുന്നു. ഈ കമ്പനി വന്നതിന് ശേഷം അടുത്ത തുടർച്ചയായ 2 വർഷങ്ങളിലെ മദ്യനയത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് വേണ്ടി മദ്യനയം ഉണ്ടാക്കിയെന്ന്. അതാണ് ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം എന്തു ഭരണകാര്യവും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുക സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിയിൽ അഴിമതി ആക്ഷേപം ഉന്നയിക്കാതെ UDF നിന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഒരു കാര്യവും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണല്ലോ ഈ കേരളത്തിലെ പ്രതിപക്ഷം. ഇതുവരെ വന്നിരിക്കുന്ന പുതിയ വികസന കാര്യങ്ങളെല്ലാം അതേതാവട്ടെ, AI ക്യാമറയാവട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന NH ആവട്ടെ, അതുപോലെ തന്നെ റെയിലുമായി ബന്ധപ്പെട്ട വികസന പരിപാടികളാവട്ടെ, അതുപോലെ K-ഫോൺ ആവട്ടെ, ലൈഫാവട്ടെ, ഏത് പദ്ധതി മുന്നോട്ടേക്ക് വന്നാലും അതെല്ലാം തന്നെ ഇവിടെ കേരളത്തിൽ അഴിമതിക്കാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണല്ലോ ഐക്യജനാധിപത്യ മുന്നണി 8 കൊല്ലക്കാലം എടുത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ആവർത്തനമല്ലാതെ എന്തു കാര്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേരളത്തിൽ ഒരു കൊല്ലം ഈ വിദേശ സ്ഥലങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ ഫലമായിട്ട് കേരളം ചെലവഴിക്കുന്ന സംഖ്യ എത്രയാണ് എന്നുള്ളത് ഇതിനകം തന്നെ കേരള ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് 3000 കോടിയുടെ കേരളത്തിൽ പ്രതിവർഷം കേരളത്തിന് പുറത്തേക്ക് ENAക്ക് വേണ്ടി മാത്രമായിട്ട് 3000 കോടി ഉറുപ്പിക പുറത്തേക്ക് ഒഴുകുന്നു. 4200 കോടിയുടെ ബിസിനസ്സിലേക്ക് ഇത് 2030 എത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സ്പിരിറ്റും ENAയും എല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ്. അവ കൈകാര്യം ചെയ്യുന്നത് നേരത്തെ വ്യക്തമാക്കപ്പെട്ടതുപോലെ കർണാടകത്തിലെ മഹിളാ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ നേതാവ്, അവിടുത്തെ മന്ത്രി, അവരെല്ലാം ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്തുകൊണ്ട് ഒയാസിസ് എന്ന ചോദ്യം ആണ് നമ്മൾ ആദ്യമായി ഉന്നയിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം.